ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെക്ഷൻ ഓഫ് ബൈനറി സബ്ട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യണം. ടൂസ് കോംപ്ലിമെൻറ്റ് നമുക്ക് അറിയാം, വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ടതാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1 ഉള്ളത് 0 ആക്കാം, 0 ഉള്ളത് 1 ആക്കാം. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സബ്ട്രാക്ട് 1110 ഫ്രം 1111. അപ്പോൾ ഇതിൽ മൈനൻ്റെ ഏതാ സബ്ട്രാഹൻ്റെ ഏതാ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ള മൈനൻ്റെ എന്ന് പറയണത് 111 ഇതാണ് മൈനൻ്റെ. സബ്ട്രാഹൻ്റെ എന്ന് പറയണത് 1110 ഇതാണ് സബ്ട്രാഹൻഡ്. അപ്പം മൈനൻ്റെ ഇതിൽ നിന്നാണ് ഇത് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൈനൻ്റെ, ഇത് സബ്ട്രാഹൻഡ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഡിജിറ്റും ഇത് 5 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഇവിടെ 4 ഡിജിറ്റും 5 ഡിജിറ്റ്, ഈ 4 ഡിജിറ്റ് നമ്മൾ 5 ഡിജിറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ ഇതാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ ലെഫ്റ്റിൽ ഒരു 0 ആഡ് ചെയ്യാം. അപ്പോൾ 1111 ഇങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ 5 ഡിജിറ്റ് 5 ഡിജിറ്റ്, 2 5 ഡിജിറ്റ് ആക്കിയാൽ മാത്രമേ ആൻസർ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഫസ്റ്റ് ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡിന് ടൂസ് കോംപ്ലിമെൻറ്റ് അതെന്ന് പറയണത് സബ്ട്രാഹൻഡ് ഇതാണ്. അപ്പോൾ ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 0 0 0 1 പ്ലസ് 1, ഇത് വൺസ് കോംപ്ലിമെൻ്റ് ആണ്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ 0 ക്യാരി 1 0 0 0 ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. 0 0 0 1 0. ഇനി ആഡ് ഈ 0 0 0 0 1 0 വിത്ത് മൈനൻ്റെ കൂടെ ആഡ് ചെയ്യാം. 0 0 0 1 0 പ്ലസ് 0 1 1 1 1 ആഡ് ചെയ്തു. 0 പ്ലസ് 1 ഈക്വൽ ടു 1, 1 പ്ലസ് 1 ഈക്വൽ ടു 1 0 0 റിസൾട്ട് 1 ക്യാരി, 1 പ്ലസ് 1 0 ക്യാരി 1, 1 പ്ലസ് 1 0 ക്യാരി 1. ഇപ്പോൾ റിസൾട്ട് 1 0 0 0 1 ഇതാണ് കിട്ടി. ഇപ്പോൾ ഇവിടെ ക്യാരി ഒന്നുമില്ല. ക്യാരി ഒന്നില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ദർ ഈസ് നോ ക്യാരി ഒന്നില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ദർ ഈസ് നോ ക്യാരി ദെൻ ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് റിസൾട്ട്. ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് റിസൾട്ട് ആൻഡ് put a negative sign. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 0 0 0 1. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 1 1 1 0 പ്ലസ് 1 ഈക്വൽ ടു 1 1 1 1 0. ഒരു നെഗറ്റീവ് സൈനും കൂടി ആഡ് ചെയ്യാം. ബേസ് 2. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരാം. അപ്പോൾ സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ആദ്യം സബ്ട്രാഹൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് മൈനൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ക്യാരി ഒന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഈ കിട്ടിയ റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് -0 1 1 1 1 ആയിരിക്കും റിസൾട്ട്. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് മറ്റേതിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്യാരി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ മൈനൻ്റെ ഏതാ സബ്ട്രാഹൻ്റെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മൈനൻ്റെ 1 0 1 0 1 0 1. സബ്ട്രാഹൻ്റെ എന്ന് പറയുന്നത് 1 0 1 0 1 0. ഇതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 3 4 5 6 7 ഡിജിറ്റാണുള്ളത്. ഇവിടെ 6 ഡിജിറ്റ് ഉള്ളൂ. 1 2 3 4 5 6 ഉള്ളൂ. അപ്പോൾ ഇത് 7 ആക്കാൻ വേണ്ടി നമ്മൾ 0 ആഡ് ചെയ്യുക. അപ്പോൾ 0 1 0 1 0 1 0.
ഇങ്ങനെ ആഡ് ചെയ്യണം, ഒന്നാമത് റിസൾട്ട് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡ്. 2's കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡ് അതെന്ന് പറയണത് ഈ കിട്ടിയ സബ്ട്രാഹൻഡിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുക. കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 0 1 0 1 0 1 പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ 1 + 1 = 0, ക്യാരി 1 1 0 1 0 1 ഇതാണ് കിട്ടുക. നെക്സ്റ്റ് ആഡ് 1 0 1 0 1 1 0 വിത്ത് മൈനൻ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1 0 1 0 1 1 0 പ്ലസ് മൈനൻ്റ് ഈക്വൽ ടു 1 0 1 0 1 0 1 0 + 1 = 1 1 + 1 = 1 1 + 1 = 0 വിത്ത് ക്യാരി 1. അപ്പോൾ 1 + 0 + 0 = 1 1 + 1 = 0 വിത്ത് ക്യാരി 1. അപ്പോൾ 1 + 0 + 0 = 1 1 + 1 = 0 വിത്ത് ക്യാരി 1. ഇവിടെ ഒരു ക്യാരി ഉണ്ട്. ഇഫ് ദർ ഇസ് എ ക്യാരി ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ക്യാരി. ഇഫ് ദർ ഇസ് എ ക്യാരി ദെൻ ഡ്രോപ്പ് ഇറ്റ്. അതാണ് നമ്മുടെ റിസൾട്ട്. ക്യാരി ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 1 0 1 0 1 1 ബേസ് 2 ഇതായിരിക്കും റിസൾട്ട് വരാം. 0 1 0 1 0 1 1. ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഡ്രോപ്പ് ചെയ്യുക. ഇൻ കേസ് ക്യാരി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സിമ്പിൾ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ്. നമ്മളൊരു ഇൻറ്റിജർ ബൈനറി നമ്പറാണ് നോക്കിയത്. ഇനി ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യണതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്ട്രാക്ട് 1100.11 ഫ്രം 1010.01010. ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മൈനൻ്റ് എന്ന് പറയുന്നത് 1010.01010110. ഇതാണ് മൈനൻ്റ്. സബ്ട്രാഹൻഡ് എന്ന് പറയുന്നത് 1100.11. ഇതാണ് സബ്ട്രാഹൻഡ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഡിജിറ്റ്, ഇവിടെ 4 ഡിജിറ്റ്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഫ്രാക്ഷൻ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ 5 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പക്ഷേ 2 ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം, 5 ഡിജിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1100.111000 3 zeros ആഡ് ചെയ്യാം. കാരണം ഇവിടെ 5 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ 3 zeros ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡ്. സബ്ട്രാഹൻഡ് എന്നത് 1100.1100. ഇതാണ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് സബ്ട്രാഹൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 0011.00111 പ്ലസ് 1 1th കോംപ്ലിമെൻ്റ് ആണിത്. 0011.00111. അപ്പോൾ 1 + 1 = 0, ക്യാരി 1 1 + 1 = 0, ക്യാരി 1 1 + 1 = 0, ക്യാരി 1. അപ്പോൾ ഇവിടെ 1 ഇവിടെ 0.1100 റിസൾട്ട് ഇതാണ്. അപ്പോൾ ആഡ് 0011.01000 വിത്ത് മൈനൻ്റ് 1010.01010. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1010.01010 പ്ലസ് 0011.01000. ഇത് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 0 + 0 = 0 കിട്ടും. 1 + 1 0 = 1 കിട്ടും. 0 + 0 = 0. 1 + 1 = 0 വിത്ത് ക്യാരി 1. ഇപ്പോൾ ഇവിടെ 1 വന്നു. പോയിൻ്റ് 0 + 1 = 1 1 + 1 = 0 വിത്ത് ക്യാരി 1. ഇപ്പോൾ ഇവിടെ 1 എഴുതി. 1 + 0 = 1. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ക്യാരി ഒന്നും ഇല്ല. ഇവിടെ 0 + 0 = 0 1 + 0 = 1 0 + 0 = 0 1 + 1 = 0 വിത്ത് ക്യാരി 1. ഇവിടെ 1 എഴുതി. പോയിൻ്റ് 0 + 1 = 1 1 + 1 = 0 വിത്ത് ക്യാരി 1 1 എഴുതി. നെക്സ്റ്റ് 1 എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച്
ക്യാരി ഒന്നുമില്ല. ക്യാരി ഒന്നും ഇല്ലെങ്കിൽ ഇഫ് ദർ ഈസ് നോ ക്യാരി നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് റിസൾട്ട്. ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1101.10010 ബേസ് 2. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0010.01101 0010.01101 plus 1 equal to 1 plus 1 equal to 0 with carry 1. അപ്പോൾ 1110.0100 ഇത് കിട്ടും. നെക്സ്റ്റ് ആഡ് എ നെഗറ്റീവ് സൈൻ. നമുക്ക് റിസൾട്ട് കിട്ടുക -0010.01110 ബേസ് 2. ഇതാണ് നമ്മുടെ റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരി ഡ്രോപ്പ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇൻ കേസ് ക്യാരി ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ റിസൾട്ടിൻ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യാം, ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യാം. വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്താലും ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്താലും നമ്മുടെ റിസൾട്ട് സെയിം ആയിരിക്കും. റിസൾട്ടിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ട് രീതിയിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണമെന്ന് മാത്രം. മറ്റോടത്ത് വൺസ് കോംപ്ലിമെൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇവിടെ ടൂസ് കോംപ്ലിമെൻറ്റ് കേസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്യാരി ഉണ്ടാവും ചില സമയത്ത്, ചിലപ്പോൾ ക്യാരി ഉണ്ടാവില്ല. ഇപ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഡ്രോപ്പ് ചെയ്യാം. ക്യാരി ഇല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്യാം. മൈനൻ്റും സബ്ട്രാഹൻ്റും എടുക്കുന്നത് തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ റിസൾട്ട് വ്യത്യാസം വരും. അതുപോലെ തന്നെ 5 ഡിജിറ്റ് ഒരെണ്ണത്തിലുണ്ടെങ്കിൽ മറ്റേതിലും 5 ഡിജിറ്റ് ആക്കാൻ നോക്കാം. ഇൻഡിജർ പാർട്ട് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ സീറോസ് ആഡ് ചെയ്യാം. ഫ്രാക്ഷൻ പാർട്ട് ആക്കാൻ വേണ്ടി നമ്മൾ റൈറ്റിൽ സീറോസ് ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.